നമസ്കാരം. അഞ്ചിലിപ്പ ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സജി KS. മാലാഹമാർ കഴിക്കുന്ന ഭക്ഷണം അതെന്തെന്ന് അറിയുമോ നിങ്ങൾക്ക്? പപ്പായ അഥവാ കപ്പളം. ക്രിസ്റ്റ്യൻ കൊളംബസ് പറഞ്ഞ വാക്കുകളാണ് കേട്ടോ. ക്രിസ്റ്റ്യൻ കൊളംബസ് കഴിച്ച ശേഷം പറഞ്ഞതാണ് ഇത് മാലാഹമാർ കഴിക്കുന്ന ഭക്ഷണം എന്നാണ്. അതായത് ഈ കപ്പളങ്ങ കഴിച്ചാൽ വിശപ്പില്ലായ്മയൊക്കെ മാറുന്നതും ദഹനം നല്ല രീതിയിൽ നടക്കുന്നതൊക്കെ ആയിരിക്കും നമ്മുടെ ശരീരത്ത്. പിന്നെ ഇത് നമ്മുടെ ശരീരത്തിന് ഗ്യാസൊക്കെ മാറാനും വിരശല്യം മാറാനൊക്കെ നല്ല ഈ കപ്പളങ്ങാപ്പഴം കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. യൂറിക് ആസിഡൊക്കെ നമ്മുടെ ശരീരത്തിൽ നിയന്ത്രിക്കുന്നതിനും ഇത് വളരെയധികം നല്ലൊരു ഫ്രൂട്ട്സാണ്. ബീറ്റാ കരോട്ടിൻ എന്ന ഒരു പ്രോട്ടീൻ ഇതിലടങ്ങിയിട്ടുണ്ട്. അത് ആസ്മയുള്ളവർക്ക് അത് വളരെയധികം സഹായകമാണ് അത് കഴിക്കുന്നത്. ഇത് നടുന്നത് നല്ല സൂര്യപ്രകാശം വേണം. പിന്നെ നീർവാഴ്ചയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് നല്ലപോലെ ഈ കപ്പളം പടർന്ന് പന്തലിക്കുകയുള്ളൂ കേട്ടോ. അതായത് ഇപ്പം കായുണ്ടാവുകയുള്ളൂ. ഇത് നടുന്നത് മഴക്കാലത്തിന് മുമ്പ്, ഒരു മാസം മുമ്പാണ് ഇത് നടുന്നത്. അപ്പോൾ നല്ല വെള്ളം ഈർപ്പമുള്ള മണ്ണായതുകൊണ്ട് നല്ലപോലെ വളർച്ച പെട്ടെന്ന് ലഭിക്കും. പിന്നെ പൊട്ടാസ്യം, നൈട്രജൻ, സിങ്ക്, മഗ്നീഷ്യം ഇവയൊക്കെ അടങ്ങിയ വളങ്ങൾ ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ ഇത് നടാൻ നേരത്തേക്ക് ഇതിൻ്റെ ചുറ്റും ഒരു സ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോഴത്തേക്കും അതിലെ ഈ കീടങ്ങളും ഫംഗസും ഒക്കെ ഉണ്ടായിരിക്കാനായിട്ടും വളരെയധികം നല്ലതാണ്. പിന്നെ ഇത് കുഴിയെടുക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരടിയോ 1.5 കുഴിയെടുക്കുക. അതിലേക്ക് ചപ്പ് ചവറിട്ടതിന് ശേഷം അത് കത്തിച്ച് വിട്ടതിന് ശേഷം അതായത് പൊട്ടാസ്യം, നൈട്രജനും, സിങ്കും, മഗ്നീഷ്യം ഒക്കെ ഇട്ട ഒരു വള മിശ്രിതം ഇതിലേക്ക് ഇട്ടതിന് ശേഷം നടുന്നതാണ് വളരെയധികം നല്ലത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഉപ്പും കൂടി ജസ്റ്റ് ഇട്ട് കൊടുക്കുക, കല്ലുപ്പ്. അപ്പം ഇതിൻ്റെ വളർച്ചയിൽ നല്ല കീടങ്ങളൊന്നും വന്നു ചേരാതെ ഇരിക്കും. ഇതിപ്പോൾ നമ്മുടെ ഹൈറ്റിന് ചുറ്റും വന്നിരിക്കുന്നതാണ്. പിന്നെ ഇത് നല്ല വിശപ്പില്ലായ്മയല്ല നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റുന്നതാണ്. ഈ യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ കുറയ്ക്കാനായിട്ട് ഇത് വളരെയധികം സഹായിക്കുന്ന ഒരു ഫ്രൂട്ട്സാണ്. പിന്നെ എല്ലാ സമയവും ഇതിനൊരു സീസണില്ല. എല്ലാ സമയത്തും നമുക്ക് കായ്ഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രൂട്ട്സാണ് പപ്പായ അഥവാ കപ്പളം. പിന്നെ കരിമ്പച്ച കളറുള്ള ഇലയുള്ള പപ്പായയുടെ തൈകൾ മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനാണ് നല്ല ഇളം പച്ചയുള്ള തൈകൾ മേടിക്കരുത്. നല്ല കടും പച്ചയുള്ള തൈകൾ മേടിച്ച് നടുവാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത് വേണം നല്ല ഇത് നടാനായിട്ട്. നല്ല സൂര്യപ്രകാശം എത്തുമ്പോൾ മാത്രമേ നല്ലപോലെ കായ്ഫലമൊക്കെ ലഭിക്കുകയുള്ളൂ.